ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് എന്റെ ദാസരുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തന്മാരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. താഴ്മയുള്ളവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങളുടെ സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിനോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളോടുകൂടി 3 മാസത്തോളം താമസിച്ചു. പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെയും 8 നോയമ്പിന്റെ 6ാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിന്റെ സ്തോത്ര ഗീതമാണ്. പരിശുദ്ധ മാതാവ് എലിസബായെ സന്ദർശിച്ചു. എലിസബയുടെ വീട്ടിൽ എലിസബത്തും മറിയയും തമ്മിലുള്ള കൂട്ടിമുട്ടലുണ്ടായി. അവരുടെ ഉദരത്തിലെ ശിശുക്കൾ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർ പരസ്പരം അഭിവാദനം ചെയ്തു. അതിന്റെ പിന്നാലെ പരിശുദ്ധ മാതാവ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്ന മനോഹരമായ ഗീതമാണ്. ഒരു വലിയ വിപ്ലവ ഗാനമാണ്. മറിയം പറയുന്ന ഈ വിപ്ലവ ഗാനം മനുഷ്യന്റെ സാമ്പത്തികവും സാമൂഹികവും രാഷ്ട്രീയവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇവിടെ പ്രതിപാദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ ഓരോ വരികളും വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാൻ ശ്രമിച്ചു നോക്കാം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ദൈവം തനിക്ക് നൽകിയ നന്മകൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിൽ ആനന്ദിക്കുന്ന, ദൈവത്തിൽ ആഹ്ലാദിക്കുന്ന, ദൈവത്തിൽ സന്തോഷിക്കുന്ന, ദൈവത്തിന് നന്ദി പറയുന്ന ഒരു അമ്മയാണ് നമ്മുടെ കണ്ടുമുട്ടുന്നത്. കാരണം താൻ എത്ര നിസ്സാരയാണെന്നുള്ള ബോധ്യം ആ അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് ദൈവസന്നിധാനത്ത് ദൈവം തന്നതെല്ലാം മിച്ചമാണെന്നും ദൈവത്തിന്റെ എല്ലാം ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് നന്ദി പറയുന്ന പരിശുദ്ധ ദൈവമാതാവിനെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. രണ്ടാമത് പറയുകയാണ്, അതിന്റെ ദാസരുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇനി മുതൽ സകല തലമുറകൾ തന്നെ ഭാഗ്യം പ്രകീർത്തിക്കും. പരിശുദ്ധ മാതാവിന്റെ എളിമ, പരിശുദ്ധ മാതാവിന്റെ വിനയം, പരിശുദ്ധ മാതാവിന്റെ താഴ്മ നമുക്ക് വളരെ പ്രകടമാണ്. അവൾ നിസ്സാരയായ ഒരു പെൺകുട്ടിയാണ്. ആരോരുമില്ലാത്ത ഒരു പെൺകുട്ടിയാണ്. മാതാപിതാക്കൾ മരിച്ചുപോയവരാണ്. പുരോഹിതന്മാർ വളർത്തിക്കൊണ്ടുവന്നവരാണ്. അവർ തന്റെ ജീവിതത്തിൽ ദൈവ ശുശ്രൂഷ അല്ലാതെ അവൾക്കൊന്നും അറിഞ്ഞുകൂടാ. അത്രമാത്രം താഴ്മയോടെ ജീവിക്കുന്ന ഒരു പെൺകുട്ടി. അവൾക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല. അഭിമാനിക്കുവാൻ ശക്തിയോ ബുദ്ധിയോ കഴിവോ പണമോ പ്രതാപമോ സ്ഥാനമോ മാനമോ നിലയോ വിലയോ ഒന്നും അവൾക്കില്ല. അവൾക്കറിയാം അവൾ വളരെ നിസ്സാരയാണ്. എന്നാൽ അവൾക്കറിയാം ദൈവം തമ്പുരാനാണ് തന്നെ ഇത്രമാത്രം ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്ത് ശക്തനായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ അമ്മയാകുവാനുള്ള ഭാഗ്യം എലിസബ ചോദിക്കുന്നുണ്ട്. കർത്താവിന്റെ അമ്മ ഇതിന്റെ ഇടയ്ക്ക് ഒരു നല്ല ഭാഗ്യം, കർത്താവിന്റെ അമ്മയാകുവാനുള്ള ഭാഗ്യം ശക്തനായവന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ പ്രവൃത്തികളാണ്. അതുകൊണ്ടാണ് അവിടുന്ന് തലമുറ തോറും കരുണ വർഷിക്കും. അവിടുന്ന് ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ദൈവത്തിന്റെ ശക്തി പ്രകടിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എങ്ങനെ? ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. അവൻ താഴ്മയുള്ളവരെ ഉയർത്തി, അഹങ്കരിക്കുന്നവരെ അടിച്ചമർത്തി താഴ്ത്തിക്കളഞ്ഞു. അതിന് പരിശുദ്ധ മാതാവ് പറഞ്ഞത്, ശക്തരെ സിംഹാസനങ്ങൾ നാം മറിച്ചിട്ടു, എളിയവരെ അവൻ ഉയർത്തി. രാഷ്ട്രീയമായിട്ട് അഹങ്കരിക്കുന്നവരെ, സ്വാർത്ഥന്തികളായവരെ അവൻ തകർത്ത് കളയുന്ന കാണാൻ സാധിക്കും. വലിയൊരു വിപ്ലവഗാനം നമ്മുടെ പരിശുദ്ധ ദൈവമാതാവ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. പ്രിയ സഹോദരങ്ങളെയും പരിശുദ്ധ മാതാവിന്റെ ഈ സ്തോത്രഗീതം നാം മനസ്സിരുത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ എന്താണ് ദൈവം എളിയവരോട് ചെയ്യുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും.
അഹങ്കാരികളെയും സ്വാർത്ഥമതികളെയും നിഗളിക്കുന്നവരെയും കോപിഷ്ഠരെയും വഞ്ചകരെയും ഒക്കെ ദൈവം തമ്പുരാൻ തള്ളിക്കളയുന്ന കാണാൻ സാധിക്കും. എളിമയുള്ളവരെയും നിറയുള്ളവരെയും താഴ്മയുള്ളവരെയും അവൻ ഉയർത്തിക്കൊണ്ടിരുന്ന് കാണാൻ സാധിക്കും. ലോകം മുഴുവനും കൊതിച്ചിരുന്നു രക്ഷകന്റെ അമ്മയാകുവാൻ. ദൈവം കണ്ടുപിടിച്ചത് ഏറ്റവും താഴ്മയിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ് തനിക്കായിട്ട് തിരഞ്ഞെടുത്തത്, തന്റെ അമ്മയാകുവാൻ തിരഞ്ഞെടുത്തത്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന ഏറ്റവും വലിയ കുഴപ്പങ്ങളൊന്നാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയോ ആണ് നമ്മൾ ഭാവിക്കും. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ അഹങ്കരിക്കും, നമ്മുടെ പണത്തെക്കുറിച്ച് നമ്മൾ അഹങ്കരിക്കും, നമ്മുടെ സമ്പത്തിനെ കുറിച്ച് നമ്മൾ അഹങ്കരിക്കും, നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ അഹങ്കരിക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാമെങ്കിൽ മനുഷ്യനേക്കാൾ നിസ്സാരനായിട്ട് ആരുണ്ട് ഈ ലോകത്തിൽ? നമുക്കറിയാം, അടുത്ത കാലത്ത് കൊറോണ എന്നൊരു വൈറസ് നമ്മയൊക്കെ ബാധിച്ചു. കാണാൻ പോലും സാധിക്കാത്തൊരു വൈറസാണ് കൊറോണ എന്ന് പറയുന്ന സാധനം. പക്ഷേ ആയിരക്കണക്കിന് മനുഷ്യരെ ഈ ഭൂമുഖത്തു നിന്നും തുടച്ചു മാറ്റുവാൻ ആ കൊറോണയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. ആലോചിച്ച് നോക്കുകയും അത്രമാത്രം നിസ്സഹായനാണ് മനുഷ്യൻ. മനുഷ്യന്റെ ശക്തിക്കോ ബുദ്ധിക്കോ കഴിവിനോ ഒന്നിനും ഒരു വിലയുമില്ല. അവൻ നിസ്സഹായനാണ്. ദൈവം നടത്തുന്നെങ്കിൽ അവൻ നടക്കുന്നു, ദൈവം തരുന്ന അവൻ സ്വീകരിക്കുന്നു. അതിനപ്പുറത്തോട്ട് അവനൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. മനുഷ്യന്റെ സ്വന്തം ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ അവൻ ഈ ഭൂമുഖത്തിൽ ഒന്നും നടപ്പിലാക്കുവാൻ സാധിക്കത്തില്ല. മനുഷ്യൻ ദൈവത്തിന്റെ കരങ്ങളിലെ വെറും ഒരു ഉപകരണം മാത്രമാണ്. ദൈവം എല്ലാം ക്രമപ്പെടുത്തുന്നു, മനുഷ്യൻ കാര്യങ്ങൾ വിഭാവനം ചെയ്യുന്നു. അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെതാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ പഴയ നിയമത്തിലേക്ക് പോകാമെങ്കിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. പ്രത്യേകിച്ചും പുറപ്പാടിന്റെ പുസ്തകം നാം പരിശോധിച്ചു നോക്ക്. വിക്കനായ മോശെ, ബലഹീനായ മോശെ ദൈവത്തിന് അത്ഭുതമായി ഉപയോഗിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ശക്തന്മാരിൽ ശക്തനായ ഫറവോന്റെ അടുക്കൽ പോയി നിൽക്കുവാൻ പോലും മോശയ്ക്ക് സാധിക്കത്തില്ല. മോശ അവിടെ നിന്നും ഒളിച്ചോടിപ്പോയവനാണ്. പക്ഷേ ദൈവത്തിന്റെ ശക്തിയാൽ മോശയ്ക്ക് ഫറവോയുടെ മുൻപിൽ പോയി നിൽക്കുവാൻ സാധിക്കും. ഒന്നിനു പിറകെ ഒന്നായി 9 അത്ഭുതങ്ങൾ മോശ ഫറവോയുടെ മുൻപിൽ പ്രവർത്തിക്കുന്ന കാണാൻ സാധിക്കും. അവനെ ഭയപ്പെടുന്ന കാണാൻ സാധിക്കും. ശക്തന്മാരിൽ ശക്തനായ മലനായ ഫറോ വിറങ്ങലിക്കുന്ന കാണാൻ സാധിക്കും. വെറും വിക്കനായ മോശയ്ക്ക് എങ്ങനെ സാധിച്ചു? ദൈവം അവന്റെ കൂടെ ഉണ്ടായിരുന്നു, ദൈവം അവനിൽ പ്രവർത്തിച്ചു. അല്ലാതെ മോശയ്ക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. മോശയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി പോലെയാണ് നമ്മളൊക്കെ. ആ വടി ഒരു ഉപയോഗശൂന്യമായ സാധനമാണ്. അത് നിലത്തിട്ടാൽ വെറും ഒരു വടിയാണ്. പക്ഷെ അത് മോശയുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ശക്തിയുള്ള വലിയ ആയുധമാണ്. ഫറവോയ്ക്ക് നേരെ അവൻ ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധമാണ്. തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ദൈവമാതാവ് നമ്മളോടും പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് എത്ര ബലഹീനരാണെങ്കിലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാം ശക്തരാണ്. അതുകൊണ്ടാണ് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, വിത്ത് ഹിം ഐ ക്യാൻ ഡു എവരിതിങ്. അവനോട് കൂടി എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. കർത്താവ് കൂടെയുള്ളവന് ആരെ ഭയപ്പെടണം? കർത്താവ് കൂടെയുള്ളവന് എന്തിനെ ഭയപ്പെടണം? കർത്താവ് കൂടെയുള്ളവന് ഒരിക്കലും പരാജയങ്ങൾ ഉണ്ടാകുന്നില്ല. അവൻ വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് മുൻപോട്ട് പോകുന്ന കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയെ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്തായിരിക്കുന്നുവോ ദൈവകൃപയാലാണെന്ന് പൗലോസിനെ പോലെ പറയാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുവാൻ കഴിയട്ടെ. സദാസമയം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കട്ടെ. സദാസമയം ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ നിസ്സഹായത വെളിപ്പെടുത്തുവാനും താഴ്മയോടും എളിമയോടും വിനയത്തോടും ജീവിക്കുവാനും എപ്പോഴും ദൈവകൃപയിലായിരിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം തരുന്ന ശക്തി, ദൈവം തരുന്ന ബുദ്ധി, ദൈവം തരുന്ന കഴിവ്, ദൈവം തരുന്ന ധനം, ഇതെല്ലാം ദൈവത്തിന് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ സഹായമാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ജീവിതം നിറഞ്ഞ നന്ദിയുടെയും നിറഞ്ഞ ദൈവമഹത്വത്തിന്റെയും ആക്കി തീർക്കുവാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും തന്ന് ദൈവവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും തിരുനാമത്തിൽ ആമേൻ.